നമ്മുടെ കൊല്ലത്തുള്ള ഒരു സലൂണാണ്, ബ്യൂട്ടി സലൂണാണ്, സലൂൺ ഡേ ആർ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അതിന്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ. ഇതാണ് സംഭവം, പോയി തിരക്കായിരുന്നു, ബാക്കി ഡീറ്റെയിൽസ് പറയാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ്സാണ് പ്രമോഷനുകൾ എടുക്കുക എന്നുള്ളത്. അത്തരത്തിൽ നമ്മുടെ കുഡൂസ് മീഡിയയിലെ നമ്മുടെ പെൺ തരുണി മണിയായിട്ടുള്ള പുള്ളിക്കാരി കൊല്ലത്തുള്ള ഒരു സ്ഥാപനമായിട്ട് പ്രമോഷൻ എടുത്തിട്ട് പിടിച്ച വള്ളിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് പോയി തിരക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഓണറുമായിട്ട് ഒരു ചെറിയൊരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കുഡൂസ് മീഡിയയിലെ പുള്ളിക്കാരുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൊല്ലത്തുള്ള ഒരു സലൂണാണ്, ബ്യൂട്ടി സലൂണാണ്, സലൂൺ ഡേ ആർ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. സലൂൺ ഡേ ആർ എന്താ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇത് കൊല്ലത്തുള്ള അത്യാവശ്യം വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്നും പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് പറയുന്നത്. അതിൻ്റെ ഓണർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത്, ഹായ്, എന്തോ പേര് എനിക്ക് കിട്ടുന്നില്ല, ഇത് ഫുള്ള് കാണുന്നില്ല അതിനകത്ത്. വി ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. വി ആർ റീച്ചിങ് ഔട്ട് ടു സീ ഇഫ് യു ആർ ബി ഇൻട്രസ്റ്റഡ് ഇൻ കൊളാബറേറ്റിംഗ് വിത്ത് us on a promotional video for saloon services and all. We believe that your creativity and influence could help us to connect with wide audience in a meaningful way. If you are interested, we would like to discuss the details, share your vision and explore how we can make this collaboration mutually beneficial. Please let us convenient time for you to chat. Feel free share your preliminary idea on our requirement. ഞാൻ അയച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന സാധനത്തിൻ്റെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള സാധനമാണ്. ഇവിടെ കൊളാബ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിരുന്നത് ബാർട്ടർ കൊളാബ് ആയിരുന്നു. അങ്ങനെയാണ്. ബാർട്ടർ കൊളാബോ? ഹലോ ആദിത്യ അഭിഷേക്, ഡേ സലൂൺ ആർ ഓക്കെ. Share me collab details. Hi, we are currently looking to do a brand advertisement. You can visit our saloon and choose any services you would like to try. After experience the service, we would like to share your experience about the saloon through a reel. We are mainly looking for this kinds of promotional reel also. Could you please let your കൊളാബറേഷൻ ചാർജസ് ഫോർ ക്രിയേറ്റിംഗ് എ റീൽ. അതായത് ആ സ്ഥാപനത്തിൽ നിന്നും ഇവരെ അറിയിച്ചത്, നിങ്ങളിവിടെ വന്നത് നമ്മുടെ സർവീസ് എടുക്കുക, സർവീസ് എടുത്തിട്ട് ആ സർവീസിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് റീലായിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് കൊളാബറേഷൻ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് വേണ്ടുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്തെന്നൊക്കെയാണ് വേണ്ടുന്ന സർവീസ്? ആർ യു അവൈലബിൾ ഫോർ ബാറ്റർ കൊളാബ്? ക്യാറ്റ് ഐ, പൂച്ചക്കണ്ണ്, നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമോ? ഹായ്, യെസ് മാം, വി ക്യാൻ ഡു. ലെറ്റ് മീ നോ യുവർ കൺവീനിയൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വിൽ ലെറ്റ് യു എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി വേണ്ടുന്ന സർവീസസ് ഒക്കെ അയച്ചു കൊടുത്തു. വാക്സിൻ, ഹാൻഡ് ആൻഡ് ലെഗ്, ഹെയർ സ്പാ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, ഫേസ് ഡീറ്റാൻ, ക്യാറ്റ് ഐ, നെയിൽ എക്സ്റ്റൻഷൻ, ദീസ് ആർ ദ സർവീസസ് ഐ എം ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കൊരു തേങ്ങ മനസ്സിലായിട്ടില്ല. നമുക്ക് ഈ സ്ത്രീകളുടെ ആ ബൂട്ടി സൗന്ദര്യത്തെ കുറിച്ച് വലിയ പിടുത്തമില്ലല്ലോ. അവർ പറഞ്ഞു നമുക്ക് 6000 രൂപയുടെ ഫ്രീ സർവീസ് വരെ ഉണ്ട്, മാമിന് ഇഷ്ടമുള്ള സർവീസസ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്കൊരു ഡൗട്ട് വന്നുകൊണ്ട് അപ്പം ഞാൻ അവർക്ക് റീമെൻഷൻ ചെയ്തു. 6000 രൂപയുടെ ഫ്രീ സർവീസ് വരെയുണ്ട്. വി ക്യാൻ പ്രൊവൈഡ് 6000 വർത്ത് ഫ്രീ സർവീസ്. യു ക്യാൻ ചൂസ് എനി സർവീസസ് യു വാണ്ട് മാം. ഇറ്റ് കംസ് അണ്ടർ ദിസ് ഓൺലി നോ. അതായത് അവർ പറഞ്ഞത് 6000 രൂപ വരെ അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാം സർവീസ്. 6000 രൂപ വരെയുള്ള സർവീസുകൾ സൗജന്യമായി കൊടുക്കാം. അതായത് ഇവർക്ക് വിലയിട്ടിരിക്കുന്നത് 6000 രൂപയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം ഇവർ ഓൾറെഡി പറഞ്ഞല്ലോ, വാക്സിൻ, ഹെയർ സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ഇതെല്ലാം ഈ 6000-നകത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു. സോ ലെറ്റ് മീ കൺവീനിയൻറ്റ് ഡേറ്റും സമയം അറിയിക്കാൻ പറഞ്ഞു. വി ക്യാൻ പ്രൊവൈഡ് പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഫ്രം അവർ എൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിനെ വീഡിയോഗ്രാഫറിനെ എടുത്ത് നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾ റീലായിട്ട് പോസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞെന്ന് തോന്നുന്നു.
അതിന് താഴെ ഐ ഡോണ്ട് നോ യുവർ പ്രൈസിങ് സോ പ്ലീസ് സീ ദിസ് ആൻഡ് ടെൽ മീ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ സാധനം, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ 6000 രൂപയ്ക്കകത്ത് നിൽക്കുമോ എങ്കിൽ നമുക്കിത് ചെയ്യാം. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 6000 രൂപ വരെയുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് തരാം, അതിന് മുകളിലുള്ളതിന് കാശ് തരണം. അപ്പോൾ ഈ പുള്ളിക്കാരി പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ഈ ഒരു സർവീസ്, അതായത് പുള്ളിക്കാരി ചോദിച്ച സർവീസുകൾ ഈ 6000 രൂപയ്ക്കകത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു. അവരപ്പോൾ ദാറ്റ്സ് ഫൈൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കിയേക്കാം. ഇത്രയും സർവീസ് ആണ് എനിക്ക് വേണ്ടത്, നിങ്ങളുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ എക്സ്പെൻസിന് മീറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് ഒരു ഇൻഫ്ലുവൻസറായി മാറണം. ഇൻഫ്ലുവൻസറായി മാറിക്കഴിഞ്ഞാൽ എന്ത് പരിപാടി ചെയ്താലും ഫ്രീ കൊളാബ്. നമ്മളൊരു ബാറ്റർ കൊളാബ് ചെയ്യും, എനിക്ക് വിശക്കുന്നു, കൊണ്ടുപോടാ ബിരിയാണി കൊണ്ടുപോടാ, ബ്രോസ്റ്റഡ് ചിക്കൻ കൊണ്ടുപോടാ, കൊളാബ് അടിച്ചു തരാം, അത് കൊള്ളാം കേട്ടോ, പരിപാടി കൊള്ളാം സംഭവം. നമുക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അതിന്റെ മെസ്സേജിന് അവർ ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്ന് ഞാൻ അവിടെ പോയി, ഞാൻ പറഞ്ഞ സർവീസസ് മാത്രം ചെയ്ത് തിരിച്ചു വന്നു. ആൻഡ് 1 ഡേ കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ സ്റ്റാഫ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, മാം ചെയ്ത സർവീസസിന്റെ പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, അതൊന്ന് ക്ലിയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാർട്ടർ കൊളാബ് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇവരെന്നെ വിളിച്ച് പേയ്മെന്റ് ചോദിക്കുമ്പോൾ പിന്നെ കൊളാബിന്റെ അർത്ഥം ഒന്നാണ് പിന്നെ അവിടെ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ പേയ്മെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ കൊളാബറേഷൻ കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവര് സോറി മാം മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ആദ്യത്തേക്ക് 6000 റുപ്പീസിന്റെ ഒരു ഡിസ്കൗണ്ട് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഏത് സർവീസ് വേണമെങ്കിലും ചെയ്യാം, അതിലൊരു 6000 റുപ്പീസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്യണം. ഇതായിരുന്നു. അല്ല, അങ്ങനെ പറയുമ്പോൾ വ്യക്തമായിട്ട് ആ കൊച്ച് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് അതിനകത്ത് കവർ ചെയ്യുമോ, എനിക്ക് നിങ്ങളുടെ പ്രൈസിങ് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സാധനത്തിനും ഇത്ര റേറ്റ് വരും, ഇത്ര രൂപ ടോട്ടൽ ആകും, ഇതിൽ നിന്ന് 6000 രൂപയാണ് നിങ്ങളുടെ ഡിസ്കൗണ്ട് എന്ന് ആ പെൺകുട്ടിയെ മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ട ഒരു ബേസിക് ഒരു മര്യാദ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇല്ലെങ്കിൽ ആരാണോ ഈ PR ഏറ്റെടുത്ത് ചെയ്യുന്നത്, ആരാണോ ഈ സർവീസ് ചെയ്യുന്നത്, അത് അവരെ അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അറിയിക്കാതെ 6000 രൂപക്കകത്ത് ഇന്ന സാധനങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ഉൾക്കൊള്ളിക്കാമല്ലോ, ബാക്കി നമ്മളൊരു ആഴ്ച കുറിച്ച് വട്ടവിട്ട് തരും എന്ന് പറഞ്ഞ സെറ്റപ്പിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഈ പുള്ളിക്കാരി വളരെ കൃത്യമായിട്ട് അത് ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ പ്രൈസിങ് അറിയില്ല, ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ ഒരു റേറ്റിനകത്ത് ഇത്രയും സാധനങ്ങൾ നിൽക്കുമോ എങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാന്ന് പറയുന്നത്. യെസ്, ഇറ്റ്സ് ഫൈൻ, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം പറഞ്ഞു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഈ പെൺകുട്ടീനെ ട്രാപ്പ് ചെയ്ത പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ എം സോറി, ഷോപ്പേ സലൂൺ അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ എന്നോടും ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവരുടെ സ്റ്റാഫ്സിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ മൂവ് ചെയ്യത്തുള്ളായിരുന്നു. ഇൻഫാക്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൊളാബ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു അവർക്ക് സംഭവിച്ച ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. എന്നിട്ട് അവർ പറയുക, ഇൻ കേസ് ഇങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചാലും നിങ്ങളെ പോലുള്ള ക്രിയേറ്റേഴ്സ് കൊളാബ് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. അത് ശരി, അവര് ചോദിച്ചല്ലോ, അവര് ചോദിച്ചില്ലേ? ഒന്ന് ആ സാധനം നോക്കാം. നോ നീഡ് ഓഫ് താങ്ക് യു ബട്ട് ഡോണ്ട് എവർ സ്കാം എനിവൺ എൽസ് ലൈക്ക് ദിസ് ഓർ എൽസ് ഡു പ്രോപ്പർ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു വെച്ചു. അതായത് വേറൊരു തന്നെ ഇതുപോലെ പറഞ്ഞ് പറ്റിക്കില്ല, മര്യാദയ്ക്കുള്ള പ്രൊമോഷൻ, മര്യാദയ്ക്കുള്ള സംസാരം നമുക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നാണ് പുള്ളിക്കാരി മെസ്സേജ് അയച്ചത്. അതിന് തിരിച്ചുള്ള റിപ്ലൈ, ഐ ഡിഡ്ന്റ് സ്കാം എനിവൺ, യെസ് ഐ അക്സെപ്റ്റ് ദ കോസ് ബിഹൈൻഡ് ദിസ് കോസ് ബിക്കോസ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അസ്, ബട്ട് as you are doing collab more often, please try to clear everything before you can go. And as I got this experience now, I will share my entire team so that this kind of miscommunication won't happen in future. അവരത് എങ്ങനെ അവർ മര്യാദയ്ക്ക് ചോദിച്ചില്ലേ ഇത് 6000 രൂപയ്ക്കകത്ത് നിൽക്കുമോ? യെസ് മാം ഫൈൻ എന്ന് പറയുമ്പോഴത്തേനും ഓരോ തവണ മാം ഞങ്ങൾ മെഡിക്യൂർ ചെയ്യുമ്പോഴേ 6000 നിൽക്കില്ലല്ലേ, നിൽക്കും ഓക്കെ മാം, നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോട്ടോ 6000 രൂപ, ഓക്കെ മാം നമ്മൾ ഹെയർ സ്പാ 6000, അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ആദ്യം ഇത് ഒരിക്കലും ഈ ഒരു ഇൻഫ്ലുവൻസറിന്റെ തെറ്റായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കിടയിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം പറയാൻ ഏൽപ്പിച്ച ആൾക്ക് അതിനുള്ള കാലിബർ ഇല്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കയറി ചെല്ലാനുണ്ട് കൊളാബറേഷന്. ആൻഡ് അത് കൂടാതെ കൊളാബിന് വിളിച്ചെന്നും പറഞ്ഞ് അവിടെ കയറി എന്തും ചെയ്യാനല്ല അതിന്റെ അർത്ഥമൊന്നും. അപ്പൊ അവരിങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഇവരുടെ കൊളാബറേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് ചെയ്ത സർവീസസിന്റെ ഫുൾ പേയ്മെന്റ് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്.
വെരി നൈസ്. ആ ബാറ്റർ സിസ്റ്റം എന്നുള്ള അഹങ്കാരം തീർന്നു കിട്ടിയല്ലോ. പോവാ പൈസയ്ക്ക് പരിപാടി ചെയ്യുക, തിരിച്ചു വരിക. ഇതായിരിക്കും ഏറ്റവും നല്ല പ്രക്രിയ. കൊളാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേന് ആദ്യം ഈ പറയുന്ന ടേംസ് ആൻഡ് എന്നെ ഒന്ന് ഉയർത്താൻ പോലും കൊളാബിന് വിളിക്കുന്നില്ലല്ലോടെ. നിങ്ങൾ ഏതെങ്കിലും കടയുടെ കൊളാബ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ വന്ന് ചെയ്തു തരാം. തുച്ഛമായ വരുമാനം, ബൊമ്പൻ റീച്ച് അത്യാവശ്യം റീച്ച് അത് ഞാൻ ചെയ്തു തരാം. നമ്മളൊക്കെ വിളിക്കണേ. എന്താ അത് 25,000 ഒക്കെ റേറ്റ് പറഞ്ഞേക്കുന്നേ. ഇത് 5,000 രൂപയും വില നാരങ്ങ വെള്ളവും പപ്സും മേടിച്ചെന്നാൽ മതി. ഞാൻ വന്നു പറയാനുള്ളത് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ചെയ്യാൻ അറിയാത്ത ബ്രാൻഡ് ഓണേഴ്സിനോടാണ്. അറിയാൻ വയ്യെങ്കിൽ ചെയ്യരുത്. അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏൽപ്പിക്കുക. അതല്ലാണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മെക്കിട്ട് കയറി അവരോട് കൊളാബറേഷൻ പോയി പഠിക്കൂ എന്ന് പറയാനല്ല ചെയ്യേണ്ടത്. അപ്പൊ അറ്റ്ലാസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ബോധവും വിവരവും ഇല്ലാത്ത ബ്രാൻഡ് ബോധവും വിവരമൊന്നും ഇല്ലാത്തതല്ല. എനിക്കിതിന്ന് മനസ്സിലായത്, അവർ നോർമലി ഒരു കൊളാബ് അടിച്ചിരുന്നെങ്കിൽ പോലും അവർക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു, ഇത്ര ആളുകളിലേക്ക് ഈ സ്ഥാപനം എത്താൻ സാധിക്കത്തില്ലായിരുന്നു. ഒരു നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ അവർ യൂസ് ചെയ്ത ടേംസ് വളരെ പക്ക ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവരുദ്ദേശിച്ചത് തന്നെയാണ് ഈ സാധനം ഒരു വിവാദമാക്കുക, സംഭവം നാട്ടുകാരിലേക്ക് എത്തിക്കുക ഈ സ്ഥാപനം. അത് കച്ചവടം വരുമോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കേസ്. അങ്ങനെ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ അവിടെ പോയായിരുന്നു. ഇന്ന് ഞാൻ അവരോട് കാര്യങ്ങൾ തിരക്കി. അതിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് 1-2 സ്ക്രീൻഷോട്ട് കാണാവേ. ഈ സാധനത്തിൻ്റെ താഴെ ഈ നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഓണർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. യൂഷ്വലി ഐ ഡോണ്ട് റിയാക്ട് സച്ച് തിങ്സ്, പക്ഷേ എൻ്റെ ബ്രാൻഡ് നെയിമിനെയും എന്നെയും പേഴ്സണലി മോശമായി പോർട്രേ ചെയ്യുന്ന രീതി പോസ്റ്റ് വന്നതുകൊണ്ടും എന്നെ അറിയാവുന്ന ഫ്രണ്ട്സും ക്ലയൻസും കൺഫ്യൂസ് ആകുന്നതുകൊണ്ടും ഈ ക്ലാരിഫിക്കേഷൻ. മാർച്ച് 13 ഞങ്ങളുടെ സലൂൺ പേജിൽ നിന്ന് കൊളാബിന് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾ ഒരു റീലിന് 25,000 ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ റേറ്റ് സ്യൂട്ടബിൾ അല്ലാത്തതിനാൽ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. പിന്നീട് ഓഗസ്റ്റ് 17 നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പേജിലേക്ക് മെസ്സേജ് ചെയ്തത്, ബാറ്റർ കൊളാബിന് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ച്. മാർച്ച് 13 കോൺവെർസേഷനും ഓഗസ്റ്റ് 17 കോൺവെർസേഷൻ മെസ്സേജുകളും സ്ക്രീൻഷോട്ടായി പേഴ്സണൽ അക്കൗണ്ടിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയവർക്ക് നോക്കാം. കൊളാബറേഷൻ്റെ ഭാഗമായ 6,000 വർത്ത് സർവീസ് മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ ക്ലിയർലി പറഞ്ഞിരുന്നു. 6,000 രൂപയുടെ സർവീസ് മാത്രമാണെന്നല്ല നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുത്തത്, 6,000 രൂപ വരെയുള്ള സാധനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി എടുത്തു ചോദിച്ചു ഇന്ന കാര്യങ്ങൾ ഈ സാധനത്തിനകത്ത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ യെസ് ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സൈഡിൽ തന്നെയാണ് തെറ്റ്, കാരണം ന്യായീകരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. പിന്നീട് നിങ്ങൾ അമ്മയോടൊപ്പം വന്ന് ഏകദേശം 14,000 വർത്ത് സർവീസ് ചെയ്തു. ഓരോ സർവീസിൻ്റെയും എമൗണ്ട് സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്തു. 6,000-ന് മുകളിൽ ബാലൻസ് പേ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ അതും കൊളാബിൻ്റെ ഭാഗമായി വേവ് ചെയ്യണമെന്ന് സിറ്റുവേഷൻ വന്നു. ഓരോ ക്രിയേറ്ററിൻ്റെ വാല്യൂ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പെയ്ഡ് കൊളാബറേഷനും ബാറ്റർ കൊളാബറേഷനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 6,000 ക്ലിയർലി എഗ്രീഡ് ചെയ്ത ശേഷം 14,000 വർത്ത് സർവീസ് മുഴുവൻ കൊളാബറേഷൻ ആയി കണക്കാക്കിയതിൽ എനിക്ക് ശരിയായി തോന്നിയില്ല. എൻ്റെ ഭാഗത്തു നിന്ന് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാനും പേഴ്സണലി സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും 10 വർഷമായി കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ബ്രാൻഡിനെയും മോശമായി പോർട്രേ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് ഏകദേശം 50 സ്റ്റാഫ് മെമ്പേഴ്സ് ഈ ബ്രാൻഡിൻ്റെ ഭാഗമാണ്. ഈ ക്ലാരിഫിക്കേഷൻ ആരെയും അറ്റാക്ക് ചെയ്യാനോ കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അല്ല. എന്നെ അറിയാവുന്നവർക്കും ക്ലയൻസിനും നടക്കുന്നത് എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് മാത്രം. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി DM ചെയ്യാം. ഇവിടെ നടന്നത് ഇത്ര മാത്രമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് അതിനിട്ടിട്ടുണ്ട്. ആ കമൻറ്റിന് ഈ നമ്മളെ ആദിത്യ അഭിഷേക് പോയി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഓരോ സർവീസ് പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് മിസ് രശ്മി രാജ് കണ്ടോ? അവിടെ ഇല്ലാതിരുന്ന താങ്കൾ എങ്ങനെ അത് കണ്ടു? നിങ്ങളുടെ സർവീസ് ചെയ്ത സ്റ്റാഫ് ഓൾമോസ്റ്റ് വെസ്റ്റ് ബംഗാളീസ് ആണ്. അവർക്ക് അറിയില്ല ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നും പ്രൊമോഷൻ ചെയ്യാൻ വന്നതാണെന്നും. ആൻഡ് ഓൾസോ രശ്മി ഐ വുഡ് ലൈക്ക് ടു ടെൽ വൺ മോർ തിങ്. ഈ പ്രോബ്ലം ഉണ്ടായി ഞാൻ ഡയറക്റ്റ് സലൂൺ വന്ന് നിങ്ങളുടെ സ്റ്റാഫായിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഓഹോ, അവരോട് നിങ്ങൾ നേരിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഡേ ആണ് 7,000 ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാലൻസ് എമൗണ്ട് എന്നെ 6,000 ഇല്ലേ, ഇപ്പോൾ 7,000 ആയോ? കൊള്ളാലോ. എന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞതാണെന്ന് നിങ്ങൾ ആരോടും കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ന്യായീകരിക്കാൻ നടക്കണ്ട, ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ കമൻറ്റ് ഇട്ടോ. നമുക്ക് ബാക്കിയിലേക്ക് പോകാം. ഇത് അവർ തമ്മിലുള്ള റേറ്റിൻ്റെ ഒക്കെ ഒരു സ്ക്രീൻഷോട്ടാണ് വന്നിരിക്കുന്നത്. 25,000 ഒരു റീലിന് 25,000 രൂപയോ? എൻ്റെ പൊന്നടാവ്, ആരെ കൊന്നിട്ട് അതിന് റീച്ച് ആവണം. ഓക്കെ. എന്നിട്ട് ഈ പറയുന്ന ഓഗസ്റ്റ് 17 അങ്ങോട്ട് തന്നെയാണ് ബാറ്റർ കൊളാബിന് താല്പര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ ഈ സലൂണിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അവരെനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്ന റിപ്ലൈ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. വി ഹാഡ് കമ്മ്യൂണിക്കേറ്റഡ് ഹെർ വിത്ത് മാർച്ച് റിഗാർഡിംഗ് എ കൊളാബറേഷൻ ആൻഡ് ഷീ quoted 25,000 at this time. She had around 150 to 160K followers. 160,000 അല്ല 160,000 ഫോളോവേഴ്സ് ഉള്ള സമയത്താണ് ഈ ഒരു കൊളാബറേഷന് വേണ്ടി ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ 25,000 രൂപ റേറ്റ് പറഞ്ഞു. So we felt the amount was too high, especially when pages around 700K followers were charging around 20,000. ഈ എമൗണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണെന്ന് തോന്നി. 7 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവർ പോലും 20,000 പറയുമ്പോൾ ഇവർ 25,000 കൂടുതലായിട്ട് തോന്നി. ഓക്കെ, ഫോളോവേഴ്സ് കൗണ്ടിലല്ലോ, അതെങ്ങനെ റീച്ച് പോകുന്നു, നിങ്ങൾക്ക് അതിനെ എങ്ങനെ മാർക്കറ്റ് ആക്കി എടുക്കാം എന്നുള്ളതല്ലേ, കച്ചവടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതല്ലേ പരിപാടി ഇരിക്കുന്നത്. We thanked her and closed the discussion. After 6 months in August, she contacted us again for batter collab. 6 മാസത്തിന് ശേഷം അവൾ വീണ്ടും കൊളാബിന് വേണ്ടി ബാറ്റർ കൊളാബിന് വേണ്ടി ഇങ്ങോട്ട് കോൺടാക്ട് ആയിട്ട് വന്നു. വിച്ച് ഈസ് ക്ലിയർലി ഷോൺ ഇൻ ദ സ്റ്റോറി. അത് സ്റ്റോറിയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഓൾ ത്രൂ വി ആർ ഫുള്ളി ബുക്ക്ഡ് ഡ്യൂറിങ് ദ ഓണം സെഷൻ. We still agreed and clearly mentioned that her batter would be cover 6,000 worth services. നമ്മൾ ഓണത്തിന് ഭയങ്കര തിരക്കാണെങ്കിൽ നമ്മളത് ഏറ്റു. എന്നിട്ട് അവരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു 6,000 രൂപ വരെ ഇതാത്തുള്ളത്. അത് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അത് അങ്ങനെയല്ല. വെൻ ഷീ കെയിം ഇൻ അവർ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ഓൾ ദി പാക്കേജസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെന്നാണ് നമ്മളെ പെൺകുട്ടി പറയുന്നത്. ബട്ട് ഷീ ആൻഡ് ഹെർ മദർ ചൂസ് പ്രീമിയം സർവീസസ് വർത്ത് 14,000. We only asked her to pay extra 8,000, but she refused and wanted the entire 14,000 to be covered under the batter. അതായത് 6,000 എടുത്തിട്ട് ബാക്കി എമൗണ്ട് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരി പറ്റത്തില്ല, 14,000 നീ കൊളാബി കവറപ്പ് ആക്കട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. That was the only reason we said it's not possible, and beyond that we had agreed. അപ്പോൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചായിരുന്നേ, എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇതിനിവർ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവർ ആ കമൻറ്റ് ഇട്ട് അതേ സാധനം തന്നെ ഇവിടെയും വെച്ചു. അപ്പോൾ ഇവർക്കത് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ ചാറ്റ് ഫുള്ളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരു പക്ഷേ അവർ ലീഗലി പോകാനായിട്ടായിരിക്കും, അവർ ലീഗലി പോട്ടെ. അങ്ങനെ ഞാൻ ഈ സ്ഥാപനത്തിൽ നേരിട്ട് പോയായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് കാണിക്കാം കേട്ടോ. ഇതാണ് ആ സ്ഥാപനം, കൊല്ലം പള്ളിമുക്കിലുള്ള സ്ഥാപനമാണ്. ഞാൻ അത് ഫ്രീ പ്രൊമോഷൻ ചെയ്തുതരാം. എനിക്ക് 25,000 ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കൂ, വെച്ചവിട്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞൊരു സാധനം ഇതാണ് സംഭവം. പോയി തിരക്കായിരുന്നു, ബാക്കി ഡീറ്റെയിൽസ് പറയാം. ആ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയി തിരക്കിയപ്പോൾ അവരുടെ ഒരു സ്റ്റാഫ് ഇറങ്ങി. ആ സ്റ്റാഫിനോടാണ് സംസാരിച്ചത്. അപ്പോൾ സ്റ്റാഫിനടുത്ത് പറഞ്ഞു, സോറി സാർ, ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യില്ല, ഈ സാധനം ഇവിടെ ക്ലോസ് ചെയ്യാനാണ് ഞങ്ങളുടെ മാഡം പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡത്തിന് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ ലീഗലി പോകാനായിട്ടുള്ളതാണ്. സോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ആരോടും ഒരു ഡീറ്റെയിൽസും ഷെയർ ചെയ്യേണ്ട, ഇത് ഒരു ക്ലോസ്ഡ് കോൺവെർസേഷനായിട്ട് വെക്കാനാണ് മാഡം പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതായത് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇവരൊരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുക, കോപ്പി പേസ്റ്റ് സെൻഡ് ഈ സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ അവരുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ടും ഇത്രയും കണ്ട സ്ഥിതിക്കും നിങ്ങളുടെ സൈഡിലൊരു ചെറിയ പിഴവുള്ള പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ അതേ പറ്റത്തില്ല, അല്ലെങ്കിൽ ബാക്കി ഇത്ര പേ ചെയ്യേണ്ടി വരും എന്നുള്ളത് ആദ്യമേ സംസാരിക്കണമായിരുന്നു. അത് അവരുടെ തെറ്റല്ലല്ലോ, നിങ്ങളുടെ തെറ്റില്ല, നിങ്ങൾക്കല്ലേ കാശ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഇതാണ് മെയിൻ വിഷയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തും. മറ്റു വിട്ടാൽ വരെ.